ഐവാ സിൽക്സ്, കാസർഗോഡ്, കാഞ്ഞങ്ങാട്, മാംഗ്ലൂർ. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്നത് ഒരു വലിയ മുന്നറിയിപ്പാണ്. ഇത് നിങ്ങൾ മനസ്സിനകത്ത് സൂക്ഷിക്കുന്നതോടൊപ്പം തന്നെ മറ്റുള്ളവരിലേക്കും എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. നമുക്കറിയാവുന്ന വിഷയമാണ്, മോദി സർക്കാർ അധികാരത്തിലേറിയതിന് ശേഷം രാജ്യത്ത് ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ പ്രതിസന്ധികളാവട്ടെ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നത് വെറും 1-2 ആഴ്ചകൾ മാത്രമാണ്, ഏറിപ്പോയാൽ 1 മാസം. അത് കഴിഞ്ഞാൽ ഇതൊക്കെ ഇല്ലാതായി പോകുന്നത് നമ്മൾ പച്ചക്ക് കണ്ടതാണ്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, പ്രതിസന്ധികൾ വരുമ്പോൾ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ സംഭവിക്കുന്നു. പ്രതിസന്ധികൾ വരുമ്പോൾ രാജ്യത്ത് ഭീകരാക്രമണങ്ങൾ സംഭവിക്കുന്നു. ഏറ്റവും വലിയ വിഷയമെന്ന് പറയുന്നത്, ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് തന്നെയാണ് പുൽവാമയിൽ ഭീകരാക്രമണം നടക്കുന്നത്. നമ്മളെയൊക്കെ സങ്കടപ്പെടുത്തിയ, നമ്മളെയൊക്കെ പൊട്ടിക്കരയിപ്പിച്ച ഒരു സംഭവമാണത്. നമ്മൾ ഉറങ്ങുമ്പോൾ നമുക്ക് കാവലായി നിൽക്കുന്ന നമ്മുടെ സൈനികരെ ഒറ്റ നിമിഷത്തിൽ ഇല്ലാതാക്കിയിരിക്കുന്നു. അവരുടെ ശരീരഭാഗങ്ങൾ ഛിന്ന ഭിന്നമായി തെറിച്ചു വീണപ്പോൾ നമ്മളൊക്കെ പൊട്ടിക്കരഞ്ഞുപോയി. കാരണം അത്രത്തോളം നമ്മൾ രാജ്യത്തെ സൈനികരെ മനസ്സറിഞ്ഞ് സ്നേഹിച്ചിരുന്നു. എപ്പോഴാണ് പുൽവാമയിൽ ഭീകരാക്രമണം നടന്നത്? ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ്. എന്താണ് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് രാജ്യം നേരിട്ട പ്രതിസന്ധി? നോട്ട് നിരോധനം, കർഷക ആത്മഹത്യ, സാമ്പത്തികപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും രാജ്യം തകർന്നുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആൾക്കൂട്ടാക്രമണം, അങ്ങനെ പറഞ്ഞിട്ടുള്ള നിരവധി വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിനെതിരെ വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം. ആ സമയത്താണ് പുൽവാമ ഭീകരാക്രമണം നടന്നത്. പക്ഷേ നമ്മളൊക്കെ ഒരു കാര്യം രാജ്യത്തെ സൈനിക മേധാവിയോടും ഭരണകൂടത്തോടും ചോദിച്ചു. എങ്ങനെയാണ് അതിർത്തി കടന്ന് RDX എന്ന് പറയുന്ന ഒരു വലിയ വിപത്തിൻ്റെ ശേഖരണങ്ങൾ എങ്ങനെയാണ് ഏറ്റവും വലിയ സുരക്ഷാ സന്നാഹമുള്ള പുൽവാമയിലേക്ക് എത്തി എന്നുള്ള ചോദ്യം നമ്മൾ ആവർത്തിച്ച് ചോദിച്ചു. വ്യക്തമായ ഉത്തരം നൽകാൻ കരസേനാ മേധാവിക്കോ മറ്റുള്ളവർക്കോ സാധിച്ചിട്ടില്ല. 80 കിലോഗ്രാം വരുന്ന RDX ശേഖരണമാണ് അവിടെ എത്തിയത്. ഒരു തരത്തിലും വിശദീകരണം നൽകാൻ രാജ്യത്തെ കരസേനാ മേധാവിയോ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരോ ഒരു പ്രാവശ്യം പോലും മുന്നോട്ട് വന്നിട്ടില്ല. അന്ന് കരസേനാ മേധാവിയായിട്ടുള്ള ബിപിൻ റാവത്താണ് ഇന്ന് സംയുക്ത പ്രതിരോധ മേധാവി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു പോസ്റ്റിലേക്ക് കടന്നുപോയിട്ടുള്ളത്. അദ്ദേഹം കഴിഞ്ഞ ദിവസം രാഷ്ട്രീയം പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നടക്കുന്ന പ്രതിഷേധങ്ങളെ വലിയ ഭീകരാക്രമണമായി കണ്ട അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിനെ നമ്മളൊക്കെ വലിയ രീതിയിൽ വിമർശിച്ചതുമാണ്. ഇപ്പോഴിതാ ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. പ്രഖ്യാപനം നടത്തിയത് പുതുതായി കരസേനാ മേധാവിയായി ചുമതലയേറ്റ ജനറൽ മനോജ് മുകുന്ദാണ്. അദ്ദേഹം പറഞ്ഞ കാര്യം നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞാൽ നമ്മളൊക്കെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. പക്ഷേ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ രാഷ്ട്രീയപരമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. പറഞ്ഞ കാര്യം ഇതാണ്: പാകിസ്ഥാനിലെ ഭീകരാക്രമണ കേന്ദ്രങ്ങളെ ഞങ്ങൾ ഇല്ലാതാക്കും എന്നുള്ളത് നല്ല കാര്യമെന്ന് തന്നെയാണ് ഒരിക്കൽ കൂടി ഞങ്ങൾ പറയുന്നു. പക്ഷേ അത് ഇപ്പോൾ പറയാനുള്ള കാരണം എന്താണ്? ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രഖ്യാപനം നടത്താനുള്ള ലക്ഷ്യം എന്താണ്? കാരണം സൈനിക മേധാവികൾ രാഷ്ട്രീയപരമായി BJPയെ അനുകൂലിക്കുന്ന ഒരു കാഴ്ച നമ്മൾ പച്ചക്ക് പരസ്യമായി കണ്ടതാണ്. അങ്ങനെ രാജ്യം നേരിടുന്ന ഏറ്റവും വലിയ ഒരു ചോദ്യമായ പൗരത്വ ഭേദഗതി നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യത്ത് ഒരു സ്ഫോടനം നടക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടത്. അങ്ങനെ ഒരു സ്ഫോടനത്തിലൂടെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് മുൻപുണ്ടായ പ്രതിസന്ധികളെ ഇല്ലായ്മ ചെയ്ത് ദേശസുരക്ഷയുടെ കാര്യം പറഞ്ഞ് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിച്ചതുപോലെ പൗരത്വ ഭേദഗതി നിയമത്തെ ഇല്ലായ്മ ചെയ്യാൻ രാജ്യത്ത് ഒരു തരത്തിൽ സ്ഫോടനമുണ്ടാകുമോ എന്നുള്ള ചോദ്യം ചോദിക്കുന്നതിൽ തെറ്റില്ല എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.
അതുകൊണ്ട് വിശദമായ രീതിയിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഒരു പഠനം നടത്തേണ്ടതുണ്ട്. പൗരത്വ ഭേദഗതി നിയമത്തെ അട്ടിമറിക്കാൻ, അതായത് ആ നിയമം നടപ്പിലാക്കി രാജ്യത്തെ പ്രതിഷേധങ്ങളെ, പ്രക്ഷോഭങ്ങളെ അട്ടിമറിക്കാൻ കേന്ദ്ര സർക്കാർ ഏത് രീതിയിലുള്ള ഇരട്ടത്താപ്പും ചെയ്യാൻ തയ്യാറായി മുന്നോട്ട് വരും. അതിനെ എല്ലാ മതേതരത്വ വിശ്വാസികളും നോക്കിക്കാണുക. കേന്ദ്രം മുന്നോട്ട് കൊണ്ടുവരുന്ന ചില കാര്യങ്ങളെ, ആ ചില കാര്യങ്ങളിൽ വീണുപോകാതെ സത്യത്തെ തിരിച്ചറിഞ്ഞ ഇതുവരെ എങ്ങനെയാണോ രാജ്യത്തെ മുസ്ലിങ്ങളോടൊപ്പം നിന്നത്, അതേ രീതിയിൽ മതേതരത്വത്തെ മുറുകെ പിടിച്ചുകൊണ്ട് നിൽക്കണമെന്ന് ഒരു അപേക്ഷയായി പറയുകയാണ്. പബ്ലിക്